എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 47 അഞ്ചാമത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്ക് ആറാമത്തെ ചോദ്യം എന്താണെന്നൊന്ന് നോക്കാം. എന്താണ് ചോദ്യം? പ്രൂവ് ദാറ്റ് all the circles drawn on the four sides of a rhombus as diameter pass through a common point. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു റോംബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമഭുജ സമാന്തരികം അല്ലേ. അതായത് 4 വശങ്ങളും തുല്യമായ സമാന്തരികം. അപ്പം ഈ 4 വശങ്ങളും ഡയമീറ്റർ ആയിട്ട്, അതായത് വ്യാസമായിട്ട് 4 വൃത്തങ്ങൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ വൃത്തങ്ങൾ 4 ഒരൊറ്റ പോയിന്റിലൂടെ കടന്നു പോകുമെന്നാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അതായത് ഇതാണ് നമ്മുടെ റോംബസ്, സമഭുജ സമാന്തരികം. കണ്ടല്ലോ, കണ്ടു. ഇതിൻ്റെ 4 വശങ്ങൾ, ഈ 4 വശങ്ങളിലേക്ക് ആദ്യത്തെ വശം ഡയമീറ്റർ ആയിട്ട്, അതായത് വ്യാസമായിട്ട് എടുത്തിട്ട് ഇതേ ഒരു സർക്കിൾ ഇങ്ങനെ വരച്ചു. കണ്ടില്ലേ? ഓക്കെ. ഇനി ഇത് അടുത്ത വശം. അപ്പം ഈ വശത്തിൻ്റെ നീളം തന്നെ ഡയമീറ്റർ ആയിട്ട് ഇതേ അടുത്ത സർക്കിൾ വരച്ചു. അങ്ങനെ ഈ 4 വശവും ഡയമീറ്റർ ആയിട്ട് 4 സർക്കിളുകൾ വരച്ചിരിക്കുന്നു. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ 4 സർക്കിളുകളും പല ഭാഗത്തും അല്ലേ, ഈ സർക്കിൾ ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ട്, ഇവിടെ കൂട്ടിമുട്ടുന്നു അല്ലേ. അപ്പോൾ ഈ സർക്കിൾ നോക്കിയാൽ ഇവിടെ കൂട്ടിമുട്ടുന്നു, ഈ സർക്കിൾ ഇവിടെ കൂട്ടിമുട്ടുന്നു, ഈ സർക്കിളിൽ ഇവിടെ കൂട്ടിമുട്ടുന്നു അല്ലേ. അപ്പോൾ പല സ്ഥലങ്ങളിൽ അത് കൂട്ടിമുട്ടി പോകുന്നു. പക്ഷേ ഈ 4 സർക്കിളുകളും പൊതുവായിട്ട് ഒരൊറ്റ പോയിന്റിൽ കൂടി കടന്നു പോകും. 4 സർക്കിളും ഒരൊറ്റ പോയിന്റിലാണ് 4 സർക്കിളും കൂട്ടിമുട്ടുന്നത്. അവിടെയാണ് നോക്കിയേ, ഈ സർക്കിളും ഇതും അല്ലേ. ഈ ഒരു പോയിന്റിൽ 4 ആളും മീറ്റ് ചെയ്യുന്നുണ്ട് ഒരൊറ്റ പോയിന്റിൽ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ വൃത്തങ്ങളെല്ലാം പൊതുവായ ഒരു പോയിന്റിലൂടെ കടന്നു പോകും, അല്ലെങ്കിൽ പോയിന്റിൽ മീറ്റ് ചെയ്യും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് ഒരു കോമൺ പോയിന്റ് ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരാം അല്ലേ. അപ്പോൾ അതിനായി നമുക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റിന് നമുക്ക് കിട്ടേണ്ടത്, അതിനായിട്ട് നമുക്ക് നോക്കിയാൽ ഇതിൻ്റെ ഈ റോംബസിൻ്റെ 2 മൂലകളും തമ്മിൽ ഇങ്ങനെ യോജിപ്പിക്കാം. അതുപോലെ ഈ ഓപ്പോസിറ്റ് കോർണറുകളും തമ്മിൽ ഇങ്ങനെ യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ പോയിന്റ് കിട്ടും. ഇതാണ് ഈ 4 സർക്കിളും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതൊന്നും കൂടി കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയാൽ ഈ 2 പോയിന്റുകളും ഈ 2 മൂലകളും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ കോമൺ പോയിന്റ്. അപ്പോൾ നമുക്ക് ഒരു പണി ചെയ്യാം. ഇതിന് നമുക്കൊരു പി എന്ന് പേര് കൊടുക്കാം. പി. ഈ പോയിന്റിന് നമ്മൾ പി എന്ന് പേര് കൊടുത്തു. ഇനി നമ്മുടെ റോംബസിന് നമുക്ക് എ ബി സി ഡി എന്ന് പേര് കൊടുത്തു. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ എ സി എന്ന് പറയുന്ന ഈ ലൈൻ, അതുപോലെ തന്നെ ബി ഡി എന്ന് പറയുന്ന ഈ ലൈൻ അല്ലേ, രണ്ടിലും ഈ പി ഉൾപ്പെടും എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിഷയം കഴിഞ്ഞു. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം ഇവിടെ എ ബി അല്ലേ, എ ബി ഡയമീറ്റർ ആയിട്ടാണ് ഈ സർക്കിൾ വരച്ചിട്ടുള്ളത്. നമുക്കെന്തായി ഇവിടെ 2 അർദ്ധവൃത്തങ്ങൾ അല്ലേ, സെമി സർക്കിൾ കിട്ടി. നമുക്കറിയാം സെമി സർക്കിളിന്റെ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, എ ബി എന്ന് പറയുന്ന ഈ ലൈൻ, ഇതിന്റെ ഡയമീറ്റർ, അതിന്റെ നോക്കിയേ ഈ ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് അല്ലേ. ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. കാരണം എന്താണ്? ഇത് അർദ്ധവൃത്തം, അതായത് സെമി സർക്കിളിലെ ആംഗിൾ ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ആദ്യം അത് എഴുതാം. അതിനു മുമ്പ് നമുക്ക് നോക്കിയാൽ ആദ്യം നമ്മൾ പരിഗണിക്കുന്നത് ഈ എ ബി എന്ന് പറഞ്ഞ ഡയമീറ്റർ, അതുപോലെ തന്നെ ബി സി എന്ന് പറഞ്ഞ ഡയമീറ്റർ അല്ലേ. അതായത് ഈ റോംബസിന്റെ 2 സൈഡുകൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ആദ്യം പരിഗണിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ നോക്കിയാൽ നമുക്ക് ആദ്യം എഴുതാം എ ബി ആൻഡ് ബി സി ആർ diameters. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഈ ആംഗിൾ എത്ര ഡിഗ്രി വരും? 90 ഡിഗ്രി വരും അല്ലേ. അതായത് ആംഗിൾ എ പി ബി, ആംഗിൾ എ പി ബി സീക്വൽ ടു 90 ഡിഗ്രി അല്ലേ. ഇനി നമുക്ക് ഇതെടുത്തു അല്ലേ. ഇതെടുക്കുമ്പോൾ നോക്കിയാൽ ആംഗിൾ ബി പി സി, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് അല്ലേ. ഈ ആംഗിളും ബി പി സി എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ ബി പി സി ഓൾസോ 90 ഡിഗ്രി. ഇതിനെന്താണ് റീസൺ? എന്താണ്? നമുക്കറിയാം ഇതും അല്ലേ, ഇതും ഈ സെമി സർക്കിളിലെ ആംഗിളാണ് അല്ലേ. സെമി സർക്കിളിലെ ആംഗിളാണ് ഇത്. അതുകൊണ്ട് ഇതും എന്തായിരിക്കും? 90 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആംഗിൾസ് ഇൻ ദി സെമി സർക്കിൾ, അതായത് അർദ്ധവൃത്തത്തിലെ കോണുകളാണ് തരുന്നത്. അപ്പം ഈ ആംഗിൾ 90, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആംഗിൾ 90. അപ്പോൾ നമ്മൾ ഈ 2 കോണുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
90 പ്ലസ് 90 180 കിട്ടും അല്ലേ? അതായത് ആംഗിൾ എ പി ബിയും ആംഗിൾ ബി പി സിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 90 പ്ലസ് 90 180 കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത് എഴുതാം. ആംഗിൾ എ പി ബി പ്ലസ് ആംഗിൾ ബി പി സി രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 90 പ്ലസ് 90 180 കിട്ടി. അപ്പോൾ ഈ ആംഗിൾ 180 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആംഗിൾ 180 ആവാം. അപ്പോൾ നമുക്കതിൽ നിന്ന് എന്ത് മനസ്സിലായി? എ സി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ നമുക്കത് എഴുതാം. എ സി ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അത് മാത്രമല്ല ഈ പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഈ എ സിയിൽ പെടും അല്ലേ? എ പി ബിയും എ ബി പി സിയും ആണ് നമ്മൾ കൂട്ടിയത്. അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് എന്തിൽ പെടും? എ സിയിൽ പെടുകയും ചെയ്യും അല്ലേ? അപ്പോൾ അതും കൂടി നമുക്ക് എഴുതാം. എ സി ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് പി ഈസ് എ പോയിന്റ് ഓൺ ഇറ്റ്. ഈ പി എന്ന് പറയുന്നത് അതിന്മേലുള്ള ഒരു പോയിന്റും കൂടിയാണ് അല്ലേ? അപ്പോൾ അത്ര കാര്യം നമ്മുടെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ നോക്കിയേ, ഈ ഡയമീറ്ററും ഈ ഡയമീറ്ററാണ് എടുത്തത് അല്ലേ? ഈ രണ്ട് സർക്കിളിൽ. ഇനി നമുക്ക് ഇതും എടുത്തു നോക്കാം. ഇത് രണ്ടും എടുത്തു നോക്കുന്നു. അപ്പോൾ എ ബി ആൻഡ് എ ഡി ആർ ഡയമീറ്റർ. അത് രണ്ടും ഡയമീറ്ററാണ്, വ്യാസങ്ങളാണ് അല്ലേ? അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ആംഗിൾ തന്നെ, അതായത് എ പി ബിയും ഇത് 90 ഡിഗ്രി, അതുപോലെ തന്നെ ഇവിടെ എ പി ഡി അല്ലേ, ഇതും 90 ഡിഗ്രി. കാരണം എന്താ? ഇതും സെമി സർക്കിളാണ് അല്ലേ? സെമി സർക്കിളിലെ ആംഗിളാണിത്. അതുകൊണ്ട് ഈ ആംഗിളും 90 ഡിഗ്രി അല്ലേ? അപ്പോൾ നമുക്ക് അത് എഴുതാം. ആംഗിൾ എ പി ബി നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ എ പി ബി ഈക്വൽ ടു 90 ഡിഗ്രി. മാത്രമല്ല ആംഗിൾ ഇതിലത്തെ എ പി ഡിയും എ പി ഡി ഈക്വൽ ടു 90 ഡിഗ്രി. അതിൻ്റെ റീസൺ ഇത് തന്നെ അല്ലേ? ആംഗിൾസ് ഇൻ ദി സെമി സർക്കിൾ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഈ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? ഇവിടെ ചെയ്ത പോലെ തന്നെ അല്ലേ? 90 പ്ലസ് 90 പ്ലസ് 90 180 കിട്ടും അല്ലേ? അതായത് എ പി ബിയും ആംഗിൾ എ പി ബി പ്ലസ് ആംഗിൾ എ പി ഡി ഈ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഈക്വൽ ടു 90 പ്ലസ് 90 180 ഡിഗ്രി കിട്ടി. ഈ ആംഗിൾ 180 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ? ബി ഡി എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ബി ഡി ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ ആണ്. അത് മാത്രമല്ല ഈ പോയിന്റ് ഏതിലുണ്ട്? ഈ ബി ഡി എന്നതിൽ ഈ പോയിന്റ് വരുന്നുണ്ട് അല്ലേ? അതും കൂടി നമുക്ക് എഴുതാം. ബി ഡി ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് പി ഈസ് എ പോയിന്റ് ഓൺ ഇറ്റ്. അപ്പോൾ ആ ലൈനിലെ ഒരു പോയിന്റ് ആണ് പി. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു നോക്കിയേ? എ സി ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് പി ഇസ് എ പോയിന്റ് അല്ലേ? എ സി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, അതിൽ പി എന്നത് അതിലെ ഒരു പോയിന്റ് ആണ്. പിന്നെ നമ്മൾ കണ്ടുപിടിച്ചു ബി ഡി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, പി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പോയിന്റ് ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പി എന്ന് പറയുന്നത് കോമൺ പോയിന്റ് ആണ് അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാം. സോ പി ഈസ് എ കോമൺ പോയിന്റ്. അപ്പോൾ അത് മനസ്സിലായില്ലേ? വേറെ ഒന്നുമില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഇത് രണ്ടും എടുത്തു. അതാണ് എ ബി ആൻഡ് ബി സി ഡയമീറ്റർ ആയിട്ട് ഇത് രണ്ടും സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത് എന്ത് ചെയ്തു? ഇത് എടുത്തു അല്ലേ? എ ബിയും എ ഡിയും എടുത്തു. അതായത് എ ബിയും എ ഡിയും എടുത്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇത് രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് 180 കിട്ടി. അപ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടിലും ഈ പോയിന്റ് വന്നിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് സോ പി ഈസ് എ കോമൺ പോയിന്റ്. അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അതിലെ 7ാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 7ാമത്തെ ചോദ്യം. എന്താണ് ചോദ്യം നോക്കിയേ? ഇവിടെ നമുക്ക് ഒരു സെമി സർക്കിൾ, ഇതൊരു സെമി സർക്കിൾ തന്നിട്ടുണ്ട്. ഈ സെമി സർക്കിളിന്റെ ഡയമീറ്റർ ആണിത് അല്ലെ, വ്യാസമാണിത്. അപ്പോൾ ഈ സെമി സർക്കിളിന്റെ ഈ വ്യാസത്തിന്റെ രണ്ടറ്റം, ഡയമീറ്ററിന്റെ രണ്ടറ്റം, അതും പിന്നെ ഈ സർക്കിളിലെ ഒരു പോയിന്റും അതും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ത്രികോണം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തു? ഈ ത്രികോണത്തിന്റെ ഈ സൈഡ്, ഈ നീളം ഡയമീറ്ററായിട്ട് മറ്റൊരു സെമി സർക്കിൾ, അതായത് അർദ്ധവൃത്തം വരച്ചു. മനസ്സിലായില്ലേ? പിന്നെയോ ഈ വശം ഇത് ഡയമീറ്ററായിട്ട്, ഇത് വ്യാസമായിട്ട് എടുത്ത് മറ്റൊരു എന്ത് വരച്ചു?
ഒരു സെമി സർക്കിൾ, അതായത് അർദ്ധവൃത്തം വരച്ചു. ഇനി എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? പ്രൂവ് ദാറ്റ് ദി സം ഓഫ് ദി ഏരിയാസ് ഓഫ് ദി ബ്ലൂ ആൻഡ് റെഡ് ക്രസൻസ് ഇൻ ദി സെക്കൻഡ് പിക്ചർ ഈസ് ഈക്വൽ ടു ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനൊരു കളറുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇത് ബ്ലൂ കളറാണ്, ഇത് റെഡ് കളറാണ്. അപ്പോൾ ഈ രണ്ട് ഏരിയകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും എന്നാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അതായത് ഈ ഇത്രയും ഏരിയ അതും അതുപോലെ തന്നെ ഈ ഏരിയയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഈ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടണം. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്കൊരു ഹിന്റ് തന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ കൊല്ലം 9ാം ക്ലാസ്സിൽ ഒരു ചോദ്യം ചെയ്ത് ഓർമ്മയുണ്ടോ? പാർട്സ് ഓഫ് സർക്കിൾസ് അല്ലേ, വൃത്തഭാഗങ്ങൾ എന്ന പാഠത്തിൽ നാം അവസാനത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ? ഇതേപോലെ ഒരു ട്രയാങ്കിള്, അതിൻ്റെ ഈ വശം ഡയമീറ്റർ ആയിട്ട് ഒരു സെമി സർക്കിള് അല്ലേ, ഇത് ഡയമീറ്റർ ആയിട്ട് ഒരു സെമി സർക്കിള്, ഓർമ്മയില്ലേ? ഇത് ഡയമീറ്റർ ആയിട്ട് ഒരു സെമി സർക്കിള്. നാം എന്ത് പ്രൂവ് ചെയ്തു? ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏരിയയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഈക്വലാണ് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ? അപ്പോൾ അതാണ് നമുക്കൊരു ഹിന്റ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും നമുക്ക് അതുമൊന്ന് തന്നെ തുടങ്ങാം. ഇവിടെ നോക്കിയേ, നമുക്ക് 3 സെമി സർക്കിൾ കാണാം അല്ലേ? 3 അർദ്ധവൃത്തങ്ങളുണ്ട്. അതായത് നമ്മൾ ആദ്യം വരച്ച ഈ അർദ്ധവൃത്തം ഒരെണ്ണം, പിന്നെ നോക്കിയേ ഇത് ഡയമീറ്റർ ആയിട്ട് ഇവിടെ ഒരു അർദ്ധവൃത്തം, പിന്നെ ഇത് ഡയമീറ്റർ ആയിട്ട് ഇവിടെ ഒരു അർദ്ധവൃത്തം, അതായത് സെമി സർക്കിൾ അല്ലേ? അപ്പോൾ 3 എണ്ണം ഉണ്ട്. നമുക്ക് ആദ്യം ഈ 3 സെമി സർക്കിളിൻ്റെയും ഏരിയ ഒന്ന് കണ്ടു നോക്കാം. ഈ ഏരിയകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ആദ്യം നമുക്ക് നോക്കിയാൽ ഇത് സെമി സർക്കിളിലെ ഒരു ആംഗിൾ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? 90 ഡിഗ്രി. ഇനി നമുക്ക് ആദ്യം ഈ വലിയ സെമി സർക്കിളിലെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എഴുതാം ഏരിയ ഓഫ് സെമി സർക്കിൾ. സെമി സർക്കിൾ നമുക്കൊരു പണി ചെയ്യാം. നമുക്ക് ഇതിനൊരു പേരുകൾ കൊടുക്കാം. അപ്പോൾ നമുക്ക് എഴുതാൻ എളുപ്പമാണ് അല്ലേ? നമുക്ക് ABC എന്ന് കൊടുക്കാം. ഇതിന് AB എന്ന് കൊടുത്തു. ഇപ്പോൾ നമുക്ക് C എന്ന് കൊടുക്കാം. അപ്പോൾ ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയ ഏതാണ്? AB. അതായത് വ്യാസം AB ആയ സെമി സർക്കിളിലെ എന്താണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നു. എന്താണ് സെമി സർക്കിൾ ഏരിയ? സർക്കിളിന്റെ ഏരിയ എന്താണ്? സർക്കിളിന്റെ ഏരിയ എന്ന് വെച്ചാൽ πr² ആണ് അല്ലേ? നമുക്ക് കഴിഞ്ഞ പഠിച്ചു πr². അപ്പോൾ ഈ സെമി സർക്കിളിന്റെ ഏരിയ ആകുമ്പോൾ 1/2 × πr² അല്ലേ? അതിന്റെ പകുതി ആയിരിക്കും സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ. അതായത് 1/2 × πr² ഈക്വൽ ടു എന്ത് വരും നോക്കിയാൽ 1/2 × πr². പൈ ഇൻറ്റു റേഡിയസ് എത്ര വരാം? AB വ്യാസമാണ് അല്ലേ? AB വ്യാസമാണ്. അത് ഡയമീറ്റർ ആണ് AB. അതുകൊണ്ട് നമുക്ക് R എന്ത് വരും? R ഈസ് ഈക്വൽ ടു ABയുടെ പകുതി അല്ലേ? AB/2. അപ്പോൾ നമുക്ക് R പകരം AB/2 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് കൂട്ടിയും? 1/2 പൈ ഇൻറ്റു AB² AB²/2ന്റെ സ്ക്വയർ 4 അല്ലേ? സീക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കിയാൽ 1/2 പൈ ഇൻറ്റു AB²/4 അല്ലേ? അടിയിൽ 2 × 4 ഉണ്ട്. അപ്പോൾ 2 × 4 8 നമുക്കറിയാം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1/8. ഈ 2 × 4 8. അപ്പോൾ 1/8 മുകളിൽ പൈ ഉണ്ട്, പിന്നെ AB² ഉണ്ട്. അപ്പോൾ 1/8 പൈ AB². ഇതാണ് ഈ സെമി സർക്കിളിന്റെ ഏരിയ. നമുക്ക് നോക്കിയാൽ ഈ സെമി സർക്കിൾ ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം, ഈ ചെറുതിന്റെ. അപ്പോൾ നമുക്ക് ഇതേപോലെ എഴുതാം ഏരിയ ഓഫ് സെമി സർക്കിൾ. ഇതേപോലെ എഴുതുന്നു ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഏതാണ് ഡയമീറ്റർ? AC അല്ലേ? AC തന്നെ അല്ലേ? 1/2 × πr² സീക്വൽ എന്ത് വരും? ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? 1/2 × പൈ ഇൻറ്റു ABക്ക് പകരം AC കൊടുക്കുന്നു അല്ലേ? AC/2 ഹോൾ സ്ക്വയർ വരും. അപ്പോൾ ഇതേപോലെ വന്നാൽ ലാസ്റ്റ് എന്ത് വരും? നമുക്ക് 1/8. ഇതേപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 1/8 പൈ ഇൻറ്റു AB² വരെ എന്ത് വരും? AC² എന്ന് വരും. ഇനി നമുക്ക് നോക്കിയാൽ ഇതിൻ്റെ ഈ സെമി സർക്കിളിൻ്റെ ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ എഴുതാം ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഏതാണ് ഡയമീറ്റർ? വ്യാസം BC
സീക്വൽ ടു ഹാഫ് ഇൻറ്റു പൈ ആർ സ്ക്വയർ തന്നെ അല്ലേ. സെമി സർക്കിളാണ് ഒരേ ഇക്വേഷൻ തന്നെ. സീക്വൽ ടു ഇവിടെ എന്ത് വരും, ഇവിടെ കിട്ടിയ അതേ ഉത്തരം തന്നെ, അതായത് 1/8 പൈ ഇൻറ്റു എ ബി സ്ക്വയർ എ സി സ്ക്വയർ, ഇവിടെ എന്താ വരാം ബി സി അല്ലേ, ബി സി സ്ക്വയർ. അപ്പോൾ നമുക്ക് 3 സെമി സർക്കിളിൻ്റെയും ഏരിയ കിട്ടി അല്ലേ. ഇനി നമുക്ക് നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്ത പോലെ തന്നെ ഈ ചെറുതിൻ്റെ രണ്ടിൻ്റെ ഏരിയകൾ ഒന്ന് കൂട്ടി നോക്കിയേ. അപ്പോൾ നമുക്ക് വലിയ സെമി സർക്കിളിൻ്റെ ഏരിയ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. അപ്പോൾ നമുക്ക് സം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ എഴുതാം സം ഓഫ് ദി ഏരിയ ഓഫ് സ്മോൾ സെമി സർക്കിൾസ്. അതായത് ചെറിയ 2 അർദ്ധവൃത്തങ്ങളുടെയും ഏരിയ. മനസ്സിലായി? വലുതോടെ നിൽക്കട്ടെ, ചെറുതിൻ്റെ രണ്ടിൻ്റെ ഏരിയ ഒന്ന് കൂട്ടി വെക്കാം നമുക്ക്. സീക്വൽ ടു എന്ത് വരും നമുക്ക്, ചെറുതിൻ്റെ 2 അല്ലേ, ഇതാണ് 2 ചെറു, ഒന്ന് ഇതും ഒന്ന് ഇതും. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്, ഇതിൻ്റെ ഏരിയ നോക്കിയാൽ എ സി ഡയമീറ്റർ ആയിട്ടുള്ള ഏരിയ കണ്ടുപിടിച്ച് നമുക്ക് 1/8 പൈ എ സി സ്ക്വയർ. അപ്പോൾ 1/8 പൈ എ സി സ്ക്വയർ പ്ലസ് ഇനി ഇതിൻ്റെ ഏരിയ എത്ര കിട്ടി നമുക്ക്, ബി സി ആണ് എൻ്റെ ഡൈ അല്ലേ, ബി സി ഡൈ ആകുമ്പോൾ 1/8 പൈ ബി സി സ്ക്വയർ, 1/8 പൈ ബി സി സ്ക്വയർ എന്ന് കൂട്ടി നോക്കിയാൽ ഇവിടെ രണ്ടിലും 1/8 പൈ, ഇതിലും 1/8 പൈ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കതിനെ കോമൺ, അതിന് നമ്മൾ പുറത്തെടുത്തു, 1/8 പൈനെ പുറത്തെടുത്തു, ബാക്കി എന്തുണ്ട് ഇവിടെ എ സി സ്ക്വയർ ഉണ്ട്. അപ്പോൾ എ സി സ്ക്വയർ പ്ലസ് ഇവിടുന്ന് 1/8 പൈ പുറത്ത് പോകുന്നു, ബാക്കി ആരുണ്ട് ബി സി സ്ക്വയർ. സീക്വൽ ടു എന്ത് വരും നോക്കിയാൽ 1/8 പൈ ഇൻറ്റു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അല്ലേ. ഇനി നമ്മൾ ത്രികോണം നോക്കിയാൽ എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ, നമുക്കറിയാം ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് മട്ടത്രികോണമാണ് അല്ലേ, റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് 90ക്ക് ഓപ്പോസിറ്റിലെ കർണാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ഇട്ടാൽ നമ്മൾ ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ അതാണ് ഇവിടെ വന്നിട്ടുള്ളത് എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ആൾട്ടിറ്റ്യൂഡിൻ്റെ ഹൈപ്പോട്ടിനസിൻ്റെ സ്ക്വയർ അല്ലേ, കർണത്തിൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഇത് എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയറിന് പകരം എ ബി സ്ക്വയർ. കാര്യം മനസ്സിലായില്ലേ. അപ്പോൾ ഇവിടെ എഴുതാം നമുക്ക് എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ. പൈത്തഗോറസ് തിയറം അല്ലേ. അപ്പോൾ നമുക്ക് ചെറിയ 2 സെമി സർക്കിളിൻ്റെ ഏരിയ എന്താ കിട്ടിയത്, 1/8 പൈ എ ബി സ്ക്വയർ അല്ലേ. ഇതെന്താണ് സാധനം എന്ന് ഇവിടെ നോക്കിയാൽ 1/8 പൈ എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടാ ഇത് വലിയ സെമി സർക്കിളിൻ്റെ ഏരിയ ആണ്. അതായത് 2 ചെറിയ സെമി സർക്കിളിൻ്റെ ഏരിയ കൂടി കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വലിയ സെമി സർക്കിളിൻ്റെ ഏരിയ കിട്ടി, 1/8 പൈ എ ബി സ്ക്വയർ. ഏരിയ ഓഫ് ദി ലാർജ് സെമി സർക്കിൾ അല്ലേ, ഏരിയ ഓഫ് ലാർജ് സെമി സർക്കിൾ. അപ്പോൾ ഇത് കിട്ടാനായിരുന്നു നമുക്ക് ഇത്ര പണിയുണ്ടായത് അല്ലേ. അപ്പോൾ സം ഓഫ് ഏരിയ ഓഫ് ദി സ്മോൾ സെമി സർക്കിൾസ്, 2 സെമി സർക്കിളിൻ്റെ ഏരിയ വലിയ സെമി സർക്കിളിൻ്റെ ഏരിയയ്ക്ക് ഈക്വൽ ആണ് അല്ലേ. ഇത് നമുക്ക് കിട്ടി. നമുക്ക് ഈ ത്രികോണത്തിൻ്റെ ഏരിയ അതിന് നമുക്ക് എ എന്ന് കൊടുത്തു. ഈ ഏരിയ, ഈ ത്രികോണത്തിൻ്റെ ഏരിയ മാത്രം എ. ഇനി നമുക്ക് നോക്കിയാൽ ഇതിൻ്റെയും ഏരിയ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഈ ചെറുതിൻ്റെ ഈ ചന്ദ്രക്കലയുടെ ഏരിയക്ക് നമുക്ക് സ്മോൾ എ കൊടുത്തു, സ്മോൾ എ. ഇനി ഇതിൻ്റെ ഏരിയക്ക് നമുക്ക് ബി കൊടുത്തു. അപ്പോൾ ഇത് ബി, ഇത് എ, ഇത് ക്യാപിറ്റൽ എ. ഇനി നമുക്ക് നോക്കിയാൽ ഇതിൻ്റെ ഇടയിൽ ചെറിയ കഷ്ണം ഉണ്ട് അല്ലേ, ആ ഏരിയക്ക് നമുക്ക് എ ബി കൊടുത്തു അല്ലേ. അതിന് നമുക്ക് സി എന്ന് കൊടുത്തു, സി. അതിൻ്റെ ഏരിയ സി, ഇതിൻ്റെ ഏരിയ ഡി എന്ന് കൊടുത്തു. മനസ്സിലായില്ലേ. അതായത് ഓരോ കഷ്ണത്തിനും നമ്മളൊരു പേരുകൾ കൊടുത്തു. ഇനി നോക്കിയാൽ സം ഓഫ് ഏരിയ ഓഫ് സ്മോൾ സെമി സർക്കിൾ, ചെറിയ 2 സെമി സർക്കിളിൻ്റെ ഏരിയ. ഒന്ന് ഇതിൽ നിന്ന് ഏതൊക്കെ വരും, ചെറിയ സെമി സർക്കിളിൻ്റെ ഏരിയ ഒന്ന് നോക്കിയാൽ, ഈ ചെറിയ ഇത് കിട്ടണമെങ്കിൽ നമുക്ക് എയും സിയും കൂടി കൂട്ടണം അല്ലേ. ഈ 2 ഭാഗം കൂടി കൂട്ടണം. ഇത്രയും ഏരിയ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഏരിയ കിട്ടാം. അപ്പോൾ നമുക്ക് ഇതിന് പകരം എ പ്ലസ് സി എന്ന് എഴുതാം അല്ലേ. അതായത് എ പ്ലസ് സി. ഇനി അതിൻ്റെ കൂടെ ഇത് കൂട്ടണം, ഈ സെമി സർക്കിളിൻ്റെ ഏരിയ അല്ലേ, അതായത് ബിയും ഡിയും. ഇത്ര ഏരിയ ബി, ഈ ഏരിയ ഡി. അപ്പോൾ ബി പ്ലസ് ഡി. അപ്പോൾ ഇത് 4 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഈ 2 സെമി സർക്കിളിൻ്റെ ഏരിയ കിട്ടി അല്ലേ. സീക്വൽ ടു എന്താ നമ്മൾ പറഞ്ഞത്, ഏരിയ ഓഫ് ലാർജ് സെമി സർക്കിൾ. ലാർജ് സെമി സർക്കിളിൻ്റെ ഏരിയ ഏതൊക്കെ വരും, ഈ ക്യാപിറ്റൽ എ വരും, എ പ്ലസ് പിന്നെ ഇവിടെ ചെറിയ പീസ് ഇങ്ങനെ വളഞ്ഞെടുക്കണ്ട അല്ലേ, സി പ്ലസ് പിന്നെ ഇവിടെ ഒരു പീസ് ഉണ്ട് അല്ലേ, ഡി.
അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഈ വലിയ സെമി സർക്കിളിൻ്റെ ഏരിയ കിട്ടുക. അപ്പോൾ ഇങ്ങനെ കിട്ടി നമുക്ക് എ പ്ലസ് സി പ്ലസ് ബി പ്ലസ് ഡി സീക്വൽ ടു എ പ്ലസ് സി പ്ലസ് ഡി. ഇനി നമുക്ക് ഇത് രണ്ടിലുള്ളത് ഏതൊക്കെ നോക്കിയാൽ ഇവിടെ സി ഉണ്ട് അല്ലേ, പ്ലസ് സി ഇവിടെ ഉണ്ട്, ഇപ്പുറത്തും ഉണ്ട് പ്ലസ് സി, രണ്ടിനെയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി ഇവിടെ നോക്കിയാൽ പ്ലസ് ഡി ഇവിടെ ഉണ്ട്, ഇവിടെയും ഡി പ്ലസ് ആണ് അല്ലേ, ഡി കൂട്ടണം. അപ്പോൾ രണ്ടും കൂട്ടണ്ടെന്ന് വിചാരിച്ചു. ബാക്കി എന്ത് വന്നു? എ പ്ലസ് ബി. എ പ്ലസ് ബി സീക്വൽ ടു എന്ത് വന്നു ഇവിടെ? ക്യാപിറ്റൽ എ. ഈ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ത്രികോണത്തിൻ്റെ ഏരിയ അല്ലേ. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഈ വളഞ്ഞ ഭാഗം, ഈ വളഞ്ഞ ഭാഗം, ശരിയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈക്വലാണ് സം ഓഫ് ദി ഏരിയാസ് ഓഫ് ദി ബ്ലൂ ആൻഡ് റെഡ് ക്രസൻസ്. അതായത് ഇവിടെ ഞാൻ പറഞ്ഞില്ല രണ്ട് കളറാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ബ്ലൂവും റെഡും. അതുകൊണ്ട് നമുക്ക് ഈ ബ്ലൂ കളറുള്ള അതുപോലെ തന്നെ റെഡ് കളറുള്ള രണ്ട് ക്രസൻറ്റ്, രണ്ട് ചന്ദ്രക്കലകളുടെ ഈ ഏരിയക്ക് തുല്യമാണ് ഇതിൻ്റെ ഏരിയ.